എല്ലാവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ 2 കപ്പ് ബസ്മതി റൈസ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബസ്മതി റൈസ് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു പീസ് തക്കോലം, ഒരു 3 പീസ് ഏലക്ക, ഒരു 3 പീസ് ബേ ലീഫ്, പിന്നെ ഒരു പകുതി ഡ്രൈ ലെമൺ. ഇത് മോസ്റ്റ്ലി എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അഥവാ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ലെമൺ ചെറുതായി അരിഞ്ഞ് കുറച്ച് ചേർത്താലും മതി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞങ്ങളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത്, എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ അതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കാം. നമ്മൾ അരി വേവിച്ചെടുക്കാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, പെരിഞ്ജീരകം, കുരുമുളക്, ബേ ലീഫ്, ആ ചെറിയ ഡ്രൈ ലെമണിൻ്റെ പകുതി, ഇതെല്ലാം നമ്മൾ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ അരി വേവിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേണം അരി വേവിച്ചെടുക്കാൻ. ഇത് നമ്മൾ അരി വേവിച്ചൂറ്റിയെടുക്കുന്നതാണ് റൈസ്. അതൊരു 40% മാത്രമേ അരി വേവാൻ പാടുള്ളൂ. നന്നായിട്ട് വെന്ത് പോവരുത് അരി, എന്നാലേ നമ്മുടെ ബിരിയാണി നല്ല രീതിയിൽ വരികയുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയെ ഇട്ട് കൊടുക്കാം. നമുക്ക് അരി ഒന്ന് വെന്തോ നോക്കാം. നമ്മുടെ അരി നമുക്ക് ആവശ്യമായ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റാം. നമുക്കിനി ഇതിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരണം. ഏകദേശം ഞാൻ ഇവിടെ ഒരു 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില കുറച്ച് ചേർത്ത് കൊടുക്കണം. കുറച്ച് ചേർത്താൽ മതി. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ തക്കാളിയും ഒരു 4-5 പച്ചമുളകും കൂടെ ഞാനൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം.
സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ അരച്ചു വെച്ചതാണ്. ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇളക്കി ആ പച്ചമുളകിൻ്റെയും തക്കാളിയുടെയൊക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ഒരു 4 പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ പൊടിച്ച ബിരിയാണി മസാലയാണ്. ഞാൻ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, തക്കോലം, കുരുമുളക്, കസ്കസ് ഇവയെല്ലാം കൂടെ ചേർത്ത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബിരിയാണി മസാലയുടെ ഒരു പാക്കറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയാണ്. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതി. അതും കൂടെ ചേർത്ത് നമ്മൾ ഇതെല്ലാം ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പകുതി എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ റൈസ് ഓരോ ലെയറായിട്ടിട്ട് ചിക്കനും റൈസും ഓരോ ലെയറായിട്ട് ഇട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്നട്ട്, കിസ്മിസ്, ഒനിയൻ ഞാൻ ഒരു 2 ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയില, ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പീസാക്കി ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ലെമണിൻ്റെ പകുതി എടുത്ത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാഫ്രോൺ മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി ഒരു കുറച്ച് ചോറുകൂടെ ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അടുത്തൊരു ലെയറായിട്ട് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരുന്ന ചോറും കൂടെ ഇട്ട് സെറ്റ് ചെയ്യാം. ബിരിയാണി ലെയറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പഴയ ദോശക്കല്ല് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മളതൊന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നമ്മളത് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം.
നന്നായിട്ട് ആവിയൊക്കെ വന്ന് റൈസൊക്കെ നല്ല പൂവ് പോലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.